ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ശുചീകരണം നടത്തി. തെരുവുനായ ശല്യവും ഇഴജന്തുക്കളുടെ ആക്രമണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ശുചീകരണം നടത്തിയത്. വർദ്ധിച്ചുവരുന്ന തെരുവുനായ്ക്കളുടെ ശല്യവും ഇഴജന്തുക്കളുടെ ആക്രമണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അയ്യാണിക്കൽ മജീദിന്റെ നേതൃത്വത്തിലായിരുന്നു വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണം നടത്തിയത്. ഭക്ഷണ മാലിന്യങ്ങൾ, കോഴിമാലിന്യങ്ങൾ എന്നിവ പാതയോരങ്ങളിൽ വലിച്ചെറിയുന്നതിനെ തുടർന്ന് തെരുവുനായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ പ്രദേശങ്ങളിൽ കാട് കയറിയ പാതയോരങ്ങൾ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രവുമായി മാറി. ഒപ്പം മാലിന്യങ്ങളുടെ ദുർഗന്ധം മൂലം യാത്രയും ദുസ്സഹമാണ്. ഈ സാഹചര്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അധികൃതരും ക്രമസമാധാന പാലകരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്ന് അയ്യാണിക്കൽ മജീദ് ആവശ്യപ്പെട്ടു. നമ്മുടെ ഓച്ചിറയിലെ ഒരു വ്യാപാരിയെ പട്ടി ഓടിച്ചിട്ട് കരിക്കുകയും അദ്ദേഹം ഹോസ്പിറ്റലിലാവുകയും ചെയ്ത സ്ഥിതിക്കാണ് നാട്ടുകാരുടെ നിരന്തരമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായതിന്റെ കാര്യത്തിലാണ് ഇന്നിവിടെ ഈ ശുചീകരണ പ്രവർത്തനം നാട്ടുകാരുടെ എല്ലാ സഹായത്തോടുകൂടി നമ്മളിവിടെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ വന്നതിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോഴേ കാണാൻ കഴിഞ്ഞത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കാർ വർക്ക്ഷോപ്പിലെ വേസ്റ്റ്, കോഴി വർക്ക്ഷോപ്പിലെ വേസ്റ്റ് അതൊരു കുന്നോളം ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ട് ഈ കാടിന്റെയാണ് അസഹ്യമായ രീതിയിലോട്ട് നടത്തപ്പെട്ടിരിക്കുകയാണ്. ഇത് സാധാരണ പ്ലാസ്റ്റിക് മുക്ത ഒരു പഞ്ചായത്താണ് ഓച്ചിറ. പക്ഷെ ഇന്ന് നമുക്ക് ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥലം വൃത്തിയാക്കുക എന്നുള്ളത് വളരെയേറെ ശ്രമകരമായ ഒരു ജോലിയാണ്. അതിന് JCB 4-5 മണിക്കൂർ കൊണ്ട് ഇപ്പം നമ്മൾ ജോലി ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും ആ കാടൊന്ന് വെട്ടിത്തെളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. 12-ാം വാർഡ് അംഗം അശോകൻ, മെഹർ ഖാൻ ചേന്നല്ലൂർ, ഇല്യാസ്, റഹീം കുഞ്ഞനാടി തുടങ്ങിയവരും ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തെരുവുനായകളും പാമ്പുകളും ഒരു വലിയ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തെരുവുനായകളെ വളർത്തുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളാണ് തെരുവുനായകൾക്ക് വളമായിട്ട് മാറുന്നത്. അതുപോലെ കാട് കയറി കിടക്കുകയാണ്. ഇന്ന് മണിക്കൂറോളം ഇവിടെ പരിസര ശുചിത്വം വരുത്തി കഴിഞ്ഞ് ഇതിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി യാത്ര ചെയ്യുന്ന, പ്രത്യേകിച്ച് വനഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ധാരാളം കാൽനട യാത്രക്കാർക്കുണ്ട്. അവർക്കൊക്കെ അപകടം സംഭവിക്കും. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ ചിക്കൻ കടകളിൽ നിന്നും ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ തിന്ന് കൊഴുത്ത് വളരുന്ന ഒരു നായ സമൂഹം ഇവിടെ ഉണ്ട്. രാത്രി 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും ജനങ്ങൾക്ക് പ്രകൃതിയായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.